ഇല്ല ഇല്ല ഞാനില്ല. എന്നെ അവിടെ ഇട്ട് കൊന്നു. എന്താ ചെയ്യണ്ടേ? ഇത് രമേര ഭർത്താവാണ്. അയ്യോ ജയന്തനങ്ങളായിരുന്നു, സോറി ഞങ്ങള്. നിന്റെ പിടിക്കാതെ പറഞ്ഞെടുത്ത് വട്ടം കറക്കാൻ പറഞ്ഞ പിന്നെ അച്ഛനല്ലേ കയറി പിടിക്കും. ഞാൻ വിചാരിച്ചു വല്ല കള്ളനായിരിക്കുന്നു. ഇവൻ കള്ളൻ തന്നെ, കള്ളൻ. അമ്മാവനാ ഞാൻ നോക്കില്ലേ പറഞ്ഞേക്കാം. എന്താ നീ മര്യാദയില്ലേ? അണ്ണാ അത് കയറി പോണാ. ചുമ്മാ ഞാൻ വിളിച്ചോണ്ട് നിങ്ങളെന്തോന്നു ചേട്ടാ? നീ എന്നെ മനപ്പൂർവ്വം ഇടിച്ചല്ലോ. അയ്യോ അങ്കിള് രമേന്റിന്റെ ഭർത്താവല്ലേ, ഞാൻ അങ്ങനെ ചെയ്യും അറിഞ്ഞുകൊണ്ട്. നീ എന്തോ ഞാൻ കൊച്ചി ഇറങ്ങിയാൽ നീ വാ, നീ അകത്ത് വാ. എന്തായാലും കിട്ടിയല്ലേ, കിട്ടിയത് കൊണ്ട് പോടാ. എനിക്ക് കിട്ടിയതേ എനിക്ക് തിരിച്ചു തരാൻ അറിയാം. നീ പറഞ്ഞേ നീ നിങ്ങൾ അകത്ത് ഇറങ്ങി പോണാ. ചുമ്മാ ജയന്തൻ അറിയാൻ കൊടുക്കാൻ, തിരിച്ചു കൊടുക്കാൻ. എന്താ നീ എന്താ കൊടുക്കണത്? നീ പോ, നീ അപ്പനോട് നീ അപ്പനോട് സോറി ഞങ്ങളെ അറിഞ്ഞോണ്ടല്ലേ. നീ വാ. ഇല്ലില്ല നീ പറഞ്ഞു പോണ. എടാ നീ പോയാ ഇതുവരെ പോകും. നിനക്ക് നീ അവരെ മുമ്പ് ഇനി വരണ്ടേടാ. എടാ ഒന്നുമില്ലെങ്കിലും എടാ നിന്നെ ആരും ഒന്നും പറയില്ല. നീ അങ്ങനത്തെ നമ്മൾ സംസാരിക്കാം. എടാ നിന്റെ ബന്ധുവല്ലേടാ ഞാൻ, നീ രമേരെ ബന്ധുവല്ലടാ ഞാൻ. അപ്പൊ നിന്റെ അളിയല്ലടാ ഞാൻ. ബന്ധുവും ബന്ധുക്കൾക്കൊന്നും ഞാൻ പുല്ല് വില കൊടുത്തിട്ടുള്ളൂ, അറിയാവോ നിങ്ങൾക്ക്? മക്കളെ നീ വാ, അളിയ വാ, അളിയ വാടാ വാടിയാ. പുല്ലിനൊക്കെ നല്ല വേണം ഇപ്പം. കൊണ്ടുപോയി കൊടുത്തതേ കൊടുത്ത് നേരെ അവന് രണ്ടെണ്ണം കൊടുക്കണ്ടായിരുന്നു. പോണ്ട പൂപ്പ, ഞാൻ ആളറിയാതെ ചെയ്താ. അതില്ലേ സൗകര്യം. രണ്ട് പറ്റിക്കായിരുന്നു. എന്താണ് ഈ പറയണേ? വിഷ്ണു നീ നല്ലോണം അടിച്ചാ? ഞാൻ അടിച്ചൊന്നുമില്ല, കുനിച്ചീർത്തി മേത്ത് കയറിയിരുന്നു, അത് അറിയാതെ ചെയ്തതാ. പക്ഷെ ഭർത്താവിനെ അടിച്ചപ്പോ അവളെ സങ്കടം നോക്ക്. അച്ഛനൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? മിണ്ടായിരിക്കാനാ ഇടീ, വീട്ടിൽ വെച്ചവൻ എന്നെ പിടിച്ചെളിവനാണ്. ഞാൻ അവന്റെ ആരടി? അത് ഇതുവരെ അച്ഛന് മനസ്സിലായില്ലേ? എന്റെ അടുത്ത് തക്കുതല വരണ. തുമ്മായിട്ട് അവൻ കൂടെ നിന്നെ എടുത്തിട്ട് പൂച്ചത്. അടുത്ത ലക്ഷ്യം വെച്ചേക്കുന്ന അച്ഛനെയാ, സൂക്ഷിച്ചോ. എന്റെ ദാത്തോടാണെങ്കിൽ അവന്റെ ഭാര്യയുടെ ആണെങ്കിൽ ഞാൻ കുട്ടിക്കാറ്റി കൊടുക്കും. ഞാൻ നിങ്ങൾ കേട്ടില്ലേ പറഞ്ഞ കേട്ടാ? ഞാൻ മര്യാദക്ക് നിന്റെ ഓരോ കാര്യങ്ങൾ കാര്യം പറഞ്ഞാ അതിനകത്ത് കൊണ്ടുവന്നത്. പിന്നെ മര്യാദക്ക് എന്നെ തല്ലിക്കാനാണ് നേരത്തെ പോലെ. അവനെ പറഞ്ഞു വിടടാ, എന്തിനു പിടിച്ച് നിൽക്കണത്? എന്താണ് ഈ പറയണത്? അണ്ണൻ എന്തൊക്കെയാ പറയണത്? അണ്ണന് ബോധം ഉണ്ടാ? അണ്ണന് ഒരുപാട് വയസ്സായി. അണ്ണനെ പോലെയാണോ ഇവര്? ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കാനുള്ളതാണ്. എല്ലാവരും പറഞ്ഞു വിടാൻ എളുപ്പമാണ്. അതുപോലെയല്ല ഒരുമിച്ച് മുന്നോട്ട് പോവാൻ. വെറുതെ ചെറിയ കാര്യം പറഞ്ഞ് വലുതാക്കി കൊണ്ട് പോവുക. ജയന്ത ഇവിടെ ഇരിക്കേ, വാ ഇവിടെ ഒന്നിരിക്കേ. ഇവിടെ ഇരിക്കണ്ട, വാ അകത്തിന് സംസാരിക്കാം. വാ വാ. നിങ്ങളവിടെ പോണം. നിങ്ങളകത്തേറി പോയി നിങ്ങളകത്തേറി പോയി. നീ വാ. ചേട്ടാ എനിക്കൊന്നും സംസാരിക്കാനില്ല, അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു. അടി വാങ്ങിക്കും കേട്ടല്ലേ. വാ ചെല്ല്. എല്ലാരും പിള്ളേരെല്ലാം പോയി പഠിക്കും. നിങ്ങളെല്ലാരും പോയി. അണ്ണാ നിങ്ങൾ പോ, അവിടെ കറങ്ങി നിൽക്കാതെ പോ. അത് ഞങ്ങളെ സോറി ഞങ്ങളെ, ഞാൻ നേരത്തെ അങ്ങനെ ചെയ്തു തന്നെ. പിന്നെ ഓർമ്മിപ്പിക്കണം, അവൻ മറന്നു അറിയണോ. അപ്പോ രമേരി ഇരിയടിയടെ. നീ ഇരിയടാ പറഞ്ഞാള്. നീ ഇരി ഡേ നീ ഇരി. ഇല്ല ഞാനിവിടെ നിന്നോളാം. ഞാനിവിടെ നിന്നോളാം. ഇടേ ഇരിയടേ പറഞ്ഞിട്ടില്ലേ ഇരി. ചേട്ടനും ഇരിക്കട്ടെ. ചേട്ടാ ഇരിക്കണം, ചേട്ടാ നിന്നോളാം. എന്നാ ഞാനും നിന്നോളാം. അങ്ങനെ എന്നെ മാത്രം ഇരുത്താൻ നോക്കണ്ട, ഞാനിവിടെ നിന്നോളാം. ഇരി രണ്ടുപേരും ഇരി. ഇരിയടേ രണ്ടുപേരും ഇരി. പറ, എനിക്ക് പോണം. എന്താന്ന് വെച്ചാ പറ. എന്താ നീ ഇരിക്കണതിന്റെ അടിയിൽ മുള്ളുമല്ല വെച്ചേക്കണ? നിനക്കെന്ത് മര്യാദ ഇരിക്കാൻ അറിഞ്ഞൂടെ? ആദ്യം അടങ്ങി ഇരിക്കാൻ പഠി. ആദ്യം ഇരുന്നാ ഓക്കെ ആണോ? എന്താ ഞാൻ ചോദിക്കണ ചോദ്യത്തിന് ഉത്തരം പറയണം. രണ്ടുപേരും ഇടയ്ക്കേറി സംസാരിക്കും. പിന്നെ പഠിക്കുന്ന സമയത്ത് ഞാൻ അധ്യാപകർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. പിന്നെ ഇവിടെ അതല്ല ചുമ്മാല്ല ഇങ്ങനെ ആയത്. എടേ നിന്റെ പ്രശ്നം എന്താണ്? എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്ക് ആരോടും ഒരു പ്രശ്നമില്ല. പക്ഷെ എന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ ഞാൻ വിടാറില്ല. നിന്റെ പ്രശ്നം എന്ത്? എനിക്കൊരു പ്രശ്നമില്ല ചേട്ടാ. ഇങ്ങനെ സമയത്തിന് വീട്ടിൽ വരണം, കൃത്യമായിട്ട് ജോലിക്ക് പോകണം, പിന്നെ ദിവസേന ഒരു എമൗണ്ട് ചെലവിനൊന്നും പറഞ്ഞ് എനിക്ക് തരണം. അത്രേ ഉള്ളൂ. നീ എന്തിനാ ജോലിക്ക് പോത്തത്? എനിക്ക് പണിയില്ലാഞ്ഞിട്ട്. പണി നിന്നെ തേടി വരുവാടാ. നീ കറങ്ങിക്കടാ. എടാ നമ്മൾ പണി അന്വേഷിച്ച് പോണം. ഡേയ് എനിക്കിവിടെ ജോലിയില്ലാത്ത സമയത്ത് ഞാൻ അറിയാൻ പാടില്ലാത്ത പണി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിനക്ക് അറിയാമോ? അങ്ങനെ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും പണിക്ക് പോകാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. നിനക്ക് ഏത് പണി അറിയാം? എനിക്ക് പ്രത്യേകിച്ച് ഒരു ജോലി അറിയാൻ പാടില്ല. പക്ഷെ ഞാൻ എന്ത് ജോലിയും ചെയ്യും. പക്ഷെ എന്റെ സ്റ്റാറ്റസിന് പറ്റണം. സ്റ്റാറ്റസിന് പറ്റണം. ചേട്ടാ ഞാൻ എത്ര നാളായി പറയുന്നറിയോ പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് പോവാൻ. ചേട്ടൻ അറിയോ ഇങ്ങനെ ബികോം പാസ്സായ വ്യക്തിയാ. ഇവനെ കണ്ടാത്തോന്ന് എഴുത്തും വായന ആരോട് വന്നു? ഡേയ് മണ്ടങ്ങണാപ്പി, നീ BA പാസ്സായടാ. എന്തോന്ന് ബികോം പാസ്സായടാ. ഇങ്ങനെ വാലാകോല തേരാണ് തുടങ്ങണ നീ. ഇങ്ങനെ പ്രൈവറ്റ് കമ്പനിയിൽ അടിമയെ ജോലി ചെയ്യാനൊന്നും എന്നെ കിട്ടിയല്ല. ജയന്ത നീയേ ശരിക്കും ഇടയ്ക്കിടയ്ക്ക് എവിടെയാ മുങ്ങണത്? എനിക്ക് കുറച്ച് സ്വാതന്ത്ര്യം വേണം. 47 കിട്ടിയില്ലേ? ആരെങ്കിലും കാലെ പിടിച്ച് നേടിയ സ്വാതന്ത്ര്യമല്ലേ? അത് വലിയ സ്വാതന്ത്ര്യമായിട്ട് ഞാൻ കരുതുന്നില്ല.
ഡേ നീ അതിന് ആശുപത്രി കൊണ്ടുവന്നത് ചേട്ടാ ഞാൻ വിളിച്ചതാ വരണ്ടേ? എന്നെ അപമാനിക്കാൻ നോക്കിയാണല്ലോ ഞാൻ പോയേ ഇവിടെ നിൽക്കില്ല. കുറെ നേരം നീ അടുക്കളയിൽ പോയി ചോറുണ്ടാക്കുക ഊണ് കഴിച്ചിട്ടേ പോണോളൂ നീ പോ ഇരിയടാ നീ പറഞ്ഞാള് എനിക്ക് ചോറ് വേണ്ട. നിങ്ങളുടെ പറഞ്ഞാള് എനിക്ക് നിങ്ങളുടെ ചോറ് വേണ്ടെന്ന്. നീ ഇരിയടേ എന്നെ വിളിച്ചു. പിന്നെ എന്തൊക്കെ വിശേഷം? നിങ്ങളൊന്നും പറയണ്ട, എന്നോടൊന്നും പറയണ്ട. പിള്ളേരൊന്നും വേണ്ടേ? പിള്ളേരാ നിങ്ങൾ പിള്ളേരാ? നിങ്ങളുടെ പിള്ളേരെ കൊണ്ട് എന്നെ തല്ലിച്ച പോരാ. ഇനിയിപ്പൊ ഞാൻ പിള്ളേനെ ഒന്നും ഇങ്ങനെ കറങ്ങി കിടന്ന അവനെ അങ്ങനെ കറങ്ങിടക്ക. ഞാൻ എന്റെ പാട്ട് നടന്നോളാം. എന്നെ വിളിച്ച് നന്നാക്കാനൊന്നും നിൽക്കണ്ട നിങ്ങൾ. ഉണ്ടിട്ട് പോയാ ചേട്ടാ, ഉണ്ടിട്ട് പോയാ എത്ര നീ സിനിമ കാണാറുണ്ട്? വല്ലപ്പോഴേക്കും സിനിമ അവളെ വിളിച്ചോണ്ട് സിനിമ കാണാത്തത് ഉണ്ട് കഴിഞ്ഞാൽ വിട്ടോളൂല്ലോ എന്നെ. നിങ്ങൾ ഊണെടുത്ത് വെക്കും, ഞാൻ കഴിച്ചിട്ട് പൊക്കോളാന്ന്. പിന്നെ ഇവിടെ നശിച്ച വീട്ടിൽ നിന്ന് അടങ്ങി ഇരി. എനിക്ക് ദേഷ്യോടെ എന്ത് ദേഷ്യം പിള്ളേരൊന്നും വേണ്ട. വേണം അങ്ങേരെ അടിക്കണത്. നിന്നെ പോലെ ഉള്ളവർ എന്തിനടാ അവളെ പിടിച്ച് ഏൽപ്പിച്ചത്? അവളെ പിടിച്ച് ഇവളെ കിണറ്റിലെ ആറ്റിലെ പുറത്തു നോക്കാം. അവളുടെ കൂടെ നിങ്ങൾ പുറത്തു നോക്കാം, പറയാൻ പറ്റും. അമ്മായച്ചന്റെ കൂടെ ഒക്കെ പുറത്തു നോക്കാം, അപ്പൊ അറിയാൻ പറ്റും. ഞാൻ നീ ഇവിടെ ഞാൻ റെഡിയാ നോക്കട്ടെ. നിന്റെ സംസാരിച്ചിട്ട് കാര്യമില്ല. പൊന്നോ രമേ, കറിയൊക്കെ കുറച്ചേ ഉള്ളൂ. ഉള്ളതും കൂട്ടി കൊടുത്താൽ കഴിക്കുവോ? പുള്ളി കഴിക്കാനൊന്നും നിൽക്കില്ല ചേച്ചി. സമയമാകുമ്പോൾ ഓടും. അതല്ലേ പുള്ളിക്കാരൻ്റെ സ്റ്റൈല്. ഓ അവൻ്റെ ഒരു സ്റ്റൈല്. നീ ഇങ്ങോട്ട് നോക്ക്. ഈ സംബന്ധം കൊണ്ടുവന്ന ആരാണെന്ന് അറിയാമോ? എനിക്ക് വേണ്ടപ്പെട്ട ഒരു പാർട്ടിയാണ്. അവരങ്ങ് ആലുവയിൽ പണിക്ക് പോയപ്പോൾ ഇവൻ അവിടെ വെച്ചേക്കണ്ട്. ഇവനെ ഇഷ്ടപ്പെട്ട് നല്ല ചെറുക്കനെന്നൊക്കെ പറഞ്ഞല്ലേ ഇവിടെ സംബന്ധത്തിന് കൊണ്ടുവന്നത്. അവർ ദോഷം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊന്നുമല്ല, നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ കൊണ്ടുവന്നത്. പിന്നെ എൻ്റെ വിധി അതിങ്ങനെ ആയിപ്പോയി. എന്നാ എന്റെ വിധി ഇങ്ങനെ ആയിപ്പോയി. എവിടെ കിടന്ന് ഒരുത്തരെ പിടിച്ചോണ്ട് വന്നിട്ട് അപ്പൊ 50 മില്യൺ അടുക്കണില്ല. നിങ്ങളെ മരുമനാണ്ട് കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ കാലം കൈ വെട്ടിയെടുത്ത് ദൂരെ കളഞ്ഞ. അല്ല, എവിടെ ആളെവിടെ? ഞാൻ അവിടെ ഇരിപ്പുണ്ട്. എന്റെ അമ്മ ഒരു 10 മിനിറ്റ് അടുത്തിരുന്നോ ഭ്രാന്ത് പിടിച്ച്. 10 മിനിറ്റ് ചേട്ടനായാലും എടുത്തിരുന്നപ്പോൾ പ്രാന്ത് പിടിച്ച്. അപ്പൊ ഇത്രയും നാളും കൂടെ ജീവിച്ച എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ പണ്ടത്തെ സ്വഭാവമാണെങ്കിൽ അവനെ ഞാൻ ചവിട്ടി കൂട്ടി അവിടെ എത്തിയത്. നീ എന്തിനു ചിരിക്കണത്? ഒന്നുമില്ല. അയൽനാട് വന്ന് എന്നെ ചോക്ക്, അപ്പൊ അറിയാം ശങ്കരൻ ആരാണെന്ന്. ഡേയ്, പണ്ട് കോട്ടൂർ വനത്തില് ഒറ്റയ്ക്ക് പോയി കാട്ടുപന്നിയെ വെടിവെച്ച് തിന്ന ശരീരമാണ് അറിയാം. അല്ലാതെ ഈ കൊതുമ്പോലെ ഇരിക്കണോണ്ട് അങ്ങനെ തീരെ എന്നെ താത്തി കളയണ്ട. മരുമാന്റെ മുമ്പ് ചാടി കൊടുക്കില്ല, അവൻ വെടി വെച്ചിടും. രമേ നിന്ന് വിറക്കണേ, പിടിച്ച് മാറ്റി. ജയന്തനങ്ങൾ ഇറങ്ങിപ്പോയി. അയ്യോ നീ പിടിക്കാൻ ഞാൻ പോണവൻ പോട്ടടാ, അവനെ പിടിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. അല്ല നിങ്ങൾക്ക് പറ, ഈ പെണ്ണിന്റെ ഭാവി നോക്കണ്ട നമുക്ക്. അച്ഛൻ എന്ത് പറയുന്നത്? അച്ഛൻ പറയും പലത്. ഞാൻ വാ 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 വാ. അയ്യ കാറ്റ് കൊണ്ടോണ്ടിരിക്കണ ഇവൻ ഇതായിരിക്കും ഹോബി കേട്ടാ. മകള് ചെല്ല്, അച്ഛൻ പോയി അവനെ പറഞ്ഞു കൊണ്ടിച്ചോണ്ട് വരാം. അച്ഛാ, ജയന്തരങ്ങളെ ഒതുക്കിയില്ലടാ, ഇനി ഒതുക്കി എടുക്കണം. അച്ഛൻ മെരുക്കോ? എനിക്ക് എടുക്കാം. അച്ഛാ, ജയന്തരങ്ങള് എന്തായാലും കൈവിട്ട് പോയി. നീ അച്ഛൻ പിഴിഞ്ഞെടുത്ത് നോക്ക്. അങ്ങനെയൊന്നും പറയണ്ട മകളെ. അച്ഛൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവന് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാം. നിങ്ങൾ അകത്ത് പോ. ഓക്കെ. ആ ഡേയ്, എന്ത് ഇവിടെ വന്നിരിക്കണേ? നല്ല കാറ്റല്ലേ? വീടും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടാ? വീട് ഇതൊക്കെ കാശുള്ളവന്റെ അഹങ്കാരം ഉണ്ടാക്കി വെച്ചേക്കാല്ലേ. ഇവിടെ പാവപ്പെട്ടവർക്ക് വീടില്ല. അപ്പഴാ അതിന് ഉള്ള വീട്ടിൽ നീ കിടക്കണല്ലേ? കിടക്കണ വീടിന്റെ വാടക അവളാണ് കൊടുക്കുന്നത്. എന്തിനാ വാടക വീട്ടിൽ കിടക്കണത്? എനിക്ക് ആരിനായിട്ട് വീടും പറമ്പും വിറ്റ് ഇത്തിരി പൈസ തന്നാൽ ഞാൻ എന്തെങ്കിലും ബിസിനസ് ചെയ്യല്ലേ? ഡാ, നല്ല തണ്ടും തടി ഉണ്ടല്ലോടാ, അധ്വാനിച്ച് കുറെ പൈസ ഉണ്ടാക്കടാ. എനിക്ക് നിലവിൽ എത്ര ഏക്കർ സ്ഥലത്തുണ്ടാ നിന്റെ വിചാരം? ഇവരെ വിറ്റിട്ടില്ലല്ലേ? അതവിടെ കിടക്കല്ലേ? എനിക്ക് സ്ത്രീധനമായിട്ട് ഒന്നും തന്നിട്ടില്ല, നിനക്കറിയാം. നിനക്കെന്ത് സ്ത്രീധനം? നീ വലിയ വിപ്ലവകാരിയല്ലേ? ഇന്നത്തെ പുരോഗമന ചിന്താധികാരെ. നിനക്ക് സ്ത്രീധനം വേണ്ടല്ലോ. നീ അന്ന് പറഞ്ഞ ഒന്നും വേണ്ടെന്നല്ലടാ. ഇപ്പൊ തന്നെ സ്ത്രീധനം പറയണ നീ. എന്ത് പുരോഗമനം പറഞ്ഞാലും അതിനൊക്കെ മേലെ തന്നെ പണം. പണം അതിനൊക്കെ മുകളിലടാ. അതിനേക്കാളും മുകളിലൊന്നുണ്ടാ സ്നേഹം. ബാലുവും സ്നേഹമാണ് വലുത്. ഓ, നിങ്ങളതൊക്കെ പറയും. നിങ്ങൾ നാട്ടത്തെ ഒരു ജന്മിയാ, ഒരു പെറ്റി ഭൂഷ. എടാ സമ്മതിച്ച്, ഞാൻ ജമ്മീൻ പെറ്റി ഭൂഷയൊക്കെ തന്നെ. പക്ഷെ രമ അതല്ലല്ലേ. എടാ, അവള് പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടിയല്ലടാ. നിനക്ക് എന്താണ് സ്നേഹിച്ച കുഴപ്പമൊന്നും? ഞാൻ സ്നേഹിക്കാത്ത കുഴപ്പം. ഞാൻ സ്നേഹിച്ചില്ലെന്നാണ് പറയണത്. എന്ത് പിന്നെ? അവളോട് ചോദിച്ചു നോക്ക്. അവൾ എന്നെ സ്നേഹിക്കില്ല. എന്താടാ എന്താ ചോദിക്കുന്നത്? സ്നേഹിക്കില്ല, അവൾക്ക് അതൊന്നും മനസ്സില്ല. അതിന് കാരണം എന്ത്? അതിന് കാരണം ഈ തൊലി കണ്ട, ഈ തൊലി കണ്ട, ഇത് കറുത്തിരിക്കുകയാണ്. ഈ തൊലി വെളുപ്പിക്കാൻ എനിക്ക് ഇനി പറ്റിയാൽ. ആരടാ? എടാ, അവള് നിറം നോക്കി സ്നേഹിക്കണല്ല. നിനക്ക് ഇത്ര നാളെ മനസ്സിലായില്ല അവളെ? നിങ്ങൾക്കത് പറയാം. അവളുടെ പുറം മാത്രമേ വെളുപ്പുള്ളൂ, ഉള്ളിൽ കട്ട കറുപ്പാണ്. നിന്റെ പുറം അകവും കറുപ്പാണ്. നിന്റെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, ഞാനില്ല, ഞാനിവിടെ പോവുക. പോവുകയെന്ന് പറഞ്ഞില്ലേ? എന്നെ ഭീഷണിപ്പെടുത്തിയാലുണ്ടല്ലോ. നീ എവിടെ പോണോ? ഞാൻ എവിടെയെങ്കിലും പോട്ടെ. ഞാൻ എവിടെ പോണെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് ആരാ അധികാരം? അത് എനിക്കറിയേണ്ടത്. അറിയാവോ? എനിക്ക് സത്യം നിന്നെ ഇഷ്ടപ്പെട്ട വേറെ നീ ഒരു ഒത്ത ആണാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. അവിടെ പോയി ചായ കുടിച്ച് ഒരു സിഗരറ്റ് കുടിച്ചിട്ട് വരാം.
ചായ ഒന്നും എനിക്ക് വേണ്ട, വേണമെങ്കിൽ ഞാൻ സിഗരറ്റ് വലിക്കാം. ബാബു നിനക്ക് എത്ര ദേഷ്യം? ദേഷ്യം എന്താ? അതെന്റെ അച്ഛനും വലിയ ദേഷ്യക്കാരനാണ്. അപ്പൂനുണ്ടോ? അപ്പനും ഉണ്ട്. ദേഷ്യ ഫാമിലിയാ? നിങ്ങൾ വിളി, ഞാൻ വന്നോളാം. നടക്ക് വാടേ. നടക്ക് നടക്ക്, നിങ്ങൾ സൂചിപ്പിക്കട്ടെ. നിന്നെ കണ്ടാൽ പേടിയാവണം കേട്ടോ. നടക്ക്, ഞാൻ വന്നോളാം. ഇവിടെ അതില്ലേ, നമുക്ക് ചായ പിന്നെ കുടിക്കാം. സിഗരറ്റ് മതി, സിഗരറ്റ്. സിഗരറ്റ് വേണോ? സിഗരറ്റ് വലിക്കാം. നല്ല ആഴം അല്ലേടേ? നല്ല ആഴം. നിനക്ക് ഭയങ്കര ദേഷ്യമാണല്ലേ? അതെ അതെ, ദേഷ്യമൊന്നും. എനിക്ക് നിന്റെ ദേഷ്യമൊന്നുമില്ല കേട്ടാ. കാരണം നീ രമേരെ ഭർത്താവാണ്, അതുകൊണ്ട് എനിക്ക് നിന്നോട് സ്നേഹമേ ഉള്ളൂ. എന്നെ ആരും അങ്ങനെ വലിയായിട്ട് സ്നേഹിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ കേള്, എനിക്ക് രമ എപ്പോഴും സന്തോഷമായിരിക്കണം, അത്രേ ഉള്ളൂ. എനിക്കും അത്രേ ഉള്ളു. ഞാൻ സന്തോഷമായിട്ടിരിക്കാം. പിന്നെ ഞാൻ സന്തോഷിക്കണ്ടേ? ഞാൻ സന്തോഷിക്കണമെങ്കിൽ രമ സന്തോഷിക്കണം. അതിനെന്ത് ചെയ്യും? അതിന് അളിയനിങ്ങനെ തുറച്ചു നോക്കണേ എന്തിനാ? അപ്പൊ എന്ത് ചെയ്യടാ? അല്ല അളിയൻ, അല്ല അളിയൻ ഞാൻ പറഞ്ഞു തന്നെന്തോന്ന്? ഞാൻ പറഞ്ഞു തന്നത് പറഞ്ഞു വന്നത് അളിയന് എനിക്ക് സന്തോഷിക്കണമെങ്കിൽ രമ സന്തോഷിക്കണം. രമ സന്തോഷം. അപ്പൊ രമ സന്തോഷിക്കണമെങ്കിൽ നിന്നെ തട്ടണം. അപ്പൊ രമ സന്തോഷിക്കും, അവള് ഹാപ്പി ആവും. നീ ഇല്ലല്ലോ. അളിയ കളി വേണ്ട കേട്ടാ. എന്നെ പേടിപ്പിച്ച് ഒതുക്കാന്നുള്ള കളി വേണ്ട കേട്ടാ. എടാ നീ കളിച്ചാൽ മതി. നീ ഒരുപാട് കളിച്ചില്ലടാ. നിനക്ക് എന്താ പൈസക്കാരെ കണ്ടാ പിടിക്കൂലടാ? എടാ നിനക്ക് അധ്വാനിച്ച് ജീവനെ കണ്ടാ പിടിക്കൂലടാ. ഇങ്ങനെയുള്ളവ ഈ ഭൂമി ജീവിക്കണ്ട. നിന്നെ ഞാൻ ഈ പാറ ഇവിടെ തള്ളിയിടും. ഇല്ലെങ്കിൽ ഈ പാറ പൊട്ടിക്കണ കരിമരുന്ന് നിന്റെ വായിൽ കുത്തി നിറച്ച് നിന്നെ പൊട്ടിക്കും. നീ നോക്കിക്കോ. എനിക്കിപ്പോ മനസ്സിലായി എന്നെ കൊല്ലാൻ കൊണ്ടുവന്നു. നിങ്ങൾ വലിയ ഗുണ്ടെന്നും എനിക്കറിയാം. നിങ്ങൾ ഒരുപാട് പേരെ കൊല്ലിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നിട്ട് ഗുണ്ടെന്ന് അറിഞ്ഞു വെച്ചോണ്ട് എന്റെ മുമ്പ് ഷോ കാണിച്ചു കാണിച്ചേ. എന്റെ രമയുടെ ആങ്ങളേതുകൊണ്ട് എന്നെ തല്ലിയല്ലെന്ന് ഞാൻ വിചാരിച്ചു. നിന്റെ മേല അല്ലേലും എന്റെ രമ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കണം കേട്ടോ. ഞാൻ ഭൂഷാസിയാടാ. എടാ ഞാൻ ജന്മിയടാ, ക്രൂരനായ ജന്മിയടാ ഞാൻ. എന്നെ തല്ലിയാലുണ്ടല്ലോ ഞാൻ ശങ്കരമാവനോട് പറഞ്ഞു കൊടുക്കും. പറഞ്ഞല്ലോ നീ ശങ്കരൻ ശങ്കരനെ അടിച്ച ശങ്കരനെ അടിച്ച ശങ്കരനെ തല്ലിയല്ല. ഞാൻ എന്റെ അച്ഛനെ പോലെ നോക്കിക്കോ. അച്ഛനെ പോലെ ഇവിടെ ഒന്ന് ഷോ കാണിക്കോ? കാണിക്കോടാ. ഇവിടെ നീ പോ. എന്നൊന്നും ചെയ്യരുത്. പോടാ, അടങ്ങി നീ പോടാ. ഞാൻ ഒതുങ്ങി പൊക്കോളാം. പോടാ, ഞാൻ ഒതുങ്ങി ഇങ്ങനെ പൊക്കോളാം. അല്ലെങ്കിൽ പുള്ളി വേണ്ട, ചീത്ത വേണ്ട, ഞാൻ പൊക്കോളാം. കാലം പിടിക്കാൻ പോടാ പോടാ നീ പോ. പിന്നെ ഈ ബാലു എവിടെ പോയതാന്നേ? അച്ഛനോടെ പോയതാടാ? അച്ഛനെ മാവൻ ചോട്ടിന്റെ ഇരിപ്പുണ്ടായിരുന്നില്ല. അച്ഛനും ജയന്തങ്ങളും കൂടി അങ്ങോട്ട് പോയി. അങ്ങോട്ടോ? നിനക്കറിയില്ല എവിടെ പോയാന്ന്? എനിക്കറിയില്ല. എന്ത് കഷ്ടമാണ്. ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് കുറെ നേരെ ജയേന്ദ്രയും കാണില്ല, ബാലുവിനെയും കാണില്ല. അവന്റെ പുറകെ പോയിട്ട് ബാലി ഒരു വലിയ ആവശ്യമുണ്ടാ. ചിരിയടാ അങ്ങോട്ട് കള്ള, ചിരിയടാ അങ്ങോട്ട് കള്ള, ചിരി 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 ചിരിയടാ. ഇത് എവിടെ പോയിരിക്കരുതെന്ന് ഇത്ര നേരം? ഞാനും അളിയനും കൂടി എന്നെ അളിയൻ അവിടെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കായിരുന്നു. ആ പാറമട കാണാൻ എന്ത് ഭംഗിയാന്നറിയാവോ? ആണോ? രമേ നീ ബാഗ് എടുക്കും, നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. അങ്ങനെ പെട്ടെന്ന് പോയാലും എങ്ങനെയാ? ഭക്ഷണം ഒക്കെ ഉണ്ടാക്കിട്ട് കുറെ നേരം കഴിച്ചിട്ട് പോയാൽ വേണ്ട വേണ്ട വേണ്ട. എനിക്ക് ഇവളുടെ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായെന്നറിയാവോ? ഇവളുടെ കൈ കൊണ്ട് ഇന്ന് ഇത്തിരി ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് കിടന്നുറങ്ങണം. അതെ അല്ലേ അളിയ? ചെല്ലി ബാഗ് എടുത്തുണ്ടോ? മാമ എന്നെ തന്നെ? മാമനും തന്നെ മാമ. മാമൻ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ചെല്ലവൻ സ്നേഹിച്ച് കൊല്ല് നിങ്ങളെ. രമോ എന്നല്ലേ? രമേ വാ, വേഗം പോവാ. നോക്ക് പോട്ടെ ചേച്ചി. പോ, ധൈര്യമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ട് ഇവിടെ ഞാൻ ഓടിയെത്തും കേട്ടാ. ധൈര്യം ചെല്ലേ. ഡൈ പോട്ടെ മക്കളെ. ബൈ ചേച്ചി. ശരി, പോയിട്ട് വാ. എന്താ ചെറിയണേ? എന്താടാ? എന്താ ചെറിയണേ? എന്താടാ? ഒരു 350 രൂപ തരുമോ? 350 ആവണതിന് ഇത് 500 രൂപയുണ്ട്. ഇതാ ഇവിടെ കൈ കൊടുത്താൽ ഒരുപോലെ അല്ലേ? അല്ലേ? വാ പൊന്നുമോളെ, വാ. കാലം തട്ടാതെ പോരും കേട്ടാ. വാ. ഞാൻ പറയണേ. ശരി എന്നാ അല്ലേ? വേണോ പോക്കണ്ട? എന്തൊരു സന്തുഷ്ട കുടുംബമല്ലേ? അച്ഛാ ശരിക്കും എന്തോ സംഭവിച്ചത്? അച്ഛൻ അങ്കിളിനെ പാറമട കൊണ്ട് സ്നേഹിക്കാൻ പഠിപ്പിച്ച്.
എന്താടി വായിക്കൊണ്ടിരിക്കണ കുട്ടമ്പള അത് ചായ വെള്ളം എടുത്തുണ്ടോ അങ്ങോട്ട്? ബാലു, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അച്ഛനെ വിളിക്കരുതെന്ന്. ഇത് അച്ഛനെ വിളിച്ചാൽ കുഴപ്പമെന്ത്? എന്തിനാ അച്ഛനെ വിളിക്കണവിടെ ഞാൻ നോക്കി വെച്ചേക്കാണ്. അല്ലെങ്കിൽ ആ പെണ്ണ് പിണങ്ങി ഇവിടെ വന്നു കഴിഞ്ഞാൽ അവളെ പതുക്കെ അനുനയിപ്പിച്ച് അവനോട് പറഞ്ഞു വിടണോ? നിനക്ക് എന്താ ഡൈവോഴ്സ് ആവുമെന്ന് വിചാരിച്ചാ? നീ അങ്ങനെ സന്തോഷിച്ചല്ലേ നീ? നിന്റെ കുടുംബത്തിലേക്ക് സംഭവിച്ചത് എന്ത് ചെയ്യുന്നടി? അതുകൊള്ള ഉപദേശിക്കാൻ മാത്രമേ നീ നന്നാവ്. ഞാനെന്നെ പറഞ്ഞു ഉപദേശിച്ചു വിടാൻ. ആര് ഉപദേശിച്ചിടാൻ പറഞ്ഞു? ജയന്ത പറഞ്ഞു ഇവിടെ വരുമ്പോഴാണ് അവൾ ഏറ്റവും കൂടുതൽ അവൻ്റെ അടുത്ത് ഒരുമാതിരി വല്ലാത്ത രീതി പെരുമാറണമെന്ന്. അതിന്റെ ആക്ഷനി കുശും കൊണ്ടാണ് അവൾ അങ്ങനെ പഠിച്ചത്. അല്ലെങ്കിൽ അവൾ നല്ലൊരു പെണ്ണായിരുന്നു ഇവിടെ വന്ന്. അമ്മേനെ എന്തിനു കുറ്റം പറയണത്? കുറ്റം പറയാടാ. ഇവിടെ ഒറ്റയാണ് അവിടെ നമ്മുടെ കുടുംബത്തിൽ സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ മാത്രമല്ല ഇവിടെ നേരത്തെ ഇവിടെ ചില ആക്ഷനുകൾ കൊടുത്താണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ ആരെങ്കിലും ഉപദേശിക്കാൻ കൂടി പറഞ്ഞു വിടും. എന്റെ ഉപദേശം പറഞ്ഞു വിടും. കുട്ടമ്പിളെ പറഞ്ഞു വിടും, അല്ലെങ്കിൽ ഭവാനിയമ്മ പറഞ്ഞു വിടും. ഞാൻ പറഞ്ഞാ കൂടി പോകട്ടെ. നീ പറ. ബാലു, എന്റെ അച്ഛനെ പറഞ്ഞ നിങ്ങളെ അച്ഛനെ ഞാൻ പറയോട്ടോ. കുടുംബം തുറക്കാനുള്ള മനഃപൂർവ്വമാണ് ഒരു കുടുംബം നന്നായപ്പോഴത്തേന് അടുത്ത കുടുംബം തന്നു.